സൂര്യക്ക് ഇത് എന്തിന്റെ കേടാ? അച്ഛനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നിനക്കൊരു കൂട്ടിന്. അച്ഛന് നാളെ അതിന് ഞാനല്ലോടാ, നീ എനിക്കോ പ്രേമിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എസ്കോട്ട് വരാൻ. എടാ നീ ഒരു കത്ത് തന്നു വിട്ടു, ഞാൻ അവിടെ കൈ കൊടുത്ത കാര്യം പറഞ്ഞു, ഇന്ന് ഇവിടെ വരണമെന്ന്. ജീവൻ ഉണ്ടായി വരുമെന്ന് എനിക്ക് ഉറപ്പ് തന്നു. വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കന്ന് അറിയണ്ടേ? നിന്റെ പരവേശം കണ്ട് അച്ഛന് സഹിക്കുന്നില്ല കേട്ടോ. ഞാനൊരു സത്യം പറഞ്ഞാൽ അച്ഛൻ കേൾക്കോ? അച്ഛനൊരു പാരയാ, സ്നേഹപ്പാര. നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. അവിടെ വന്ന് സംസാരിച്ചിട്ട് അച്ഛൻ പോവാം. ഞങ്ങളുടെ സ്വകാര്യതയിൽ അച്ഛൻ സ്വർഗത്തിലെ കട്ടറുമ്പാ കേട്ടോ. എടാ കുഞ്ഞ, ഇത് ഉപ്പുകാരപ്പറമ്പ് ദിവാകരന്റെ പറമ്പാടാ. എങ്ങനെ കാര്യം ചെയ്യാ, അച്ഛൻ ഇവിടെ നിന്നോ, ഞാൻ എന്റെ പാട്ടിന് പോവാ. എടാ കുഞ്ഞെ, കഴിഞ്ഞ 5 വർഷമായി നീ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു തീരുമാനമാകാത്തത് കൊണ്ടാ അച്ഛൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയത്. നിന്നെ കെട്ടിച്ചു വിടേണ്ട ഉത്തരവാദിത്വം എനിക്കാ. എന്നാ തന്ത എന്നെ അങ്ങോട്ട് കെട്ടിക്കോ. അല്ല, അവിടെ തന്ത അമ്പരപ്പ് ശങ്കരപ്പിള്ള. നിന്നെ കണ്ടാ പിന്നെ അയാൾ ഇവിടുന്ന് പോകത്തില്ല. ശരിയാ, അയാൾ എന്നെ കാണണ്ട. മുതുക്കൻ ഇറങ്ങാൻ താമസിച്ചത് കൊണ്ടാണ് അവൾ വൈകിയത്. അയാളെ കാണാൻ നീ ആ പറമ്പിലെങ്ങാനും മാറി ഒളിച്ചിരിക്കുക. പോടാ, പോയി ഒളിക്കണ. അവിടെ ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോ. എന്തായിരിക്കും ഇത്? കണ്ടിട്ടൊരു പ്രേമലേഖനത്തിന്റെ മട്ടുണ്ട്. മകനു വേണ്ടി സുജാതയ്ക്ക് കൊടുക്കാനായിട്ട് ഈ വായു നോക്കി ഇവിടെ കൊണ്ട് വച്ചിരിക്കുകയാണോ? ഏതായാലും ഇതൊന്ന് നോക്കുക തന്നെ. മനുഷ്യനെ മെനക്കെടുത്താതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോടാ നായിന്റെ മോനെ. രാവിലെ ചിട്ടി കമ്പനിയിലെങ്ങാണ്ട് പോവുക. അണ്ടി ആഫീസ്, ചിട്ടി കമ്പനി, വോട്ട് കമ്പനി, കാശിന്റെ നെകളിപ്പാ. പുറം വഴി ഒന്ന് കൊടുത്താൽ എന്തെന്ന് ഞാൻ ആലോചിച്ചതാ. ഭാവിയിൽ അമ്മായിപ്പനാ. അപ്പൊ പിന്നെ അച്ഛൻ പോവുകയല്ലേ? എടാ കാളന്മാരെ ഞാൻ പറമ്പിൽ അഴിച്ചു വിട്ടേക്കുക. മണിയാ മക്കളെ, മണിയാ നിക്കുന്ന കണ്ടോ? മണിയാ, ഞാൻ അതിനെയും കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്. ഒരു കാളയുടെ ശല്യം സഹിക്കവയ്യ. തമാശക്ക് വന്നു ഇയാള്, തമാശക്ക് വന്നു. പോടാ, അവള് തന്തയ്ക്ക് പറഞ്ഞവളാടാ, വാക്ക് പാലിച്ചു. ദേ വരുന്നു സുജാത. അച്ഛാ പോച്ച, ഞങ്ങൾ സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കട്ടെ പ്ലീസ്. അച്ഛാ പോച്ച, രണ്ടിലൊന്നു തീരുമാനിച്ചോണം, ഇല്ലെങ്കിൽ എന്റെ കൊണ മറിയും. പോച്ച. മണിയാ, ഗോപാലന്റെ പയ്യന്റെ പിന്നാലെ നടന്ന് കുടുംബകലങ്ങൾ ഉണ്ടാക്കരുത്. നീ എന്ത് പണിയാണ് സുചി കാണിച്ചത്? ഞാൻ എത്ര കത്തുകൾ അയച്ചു. എനിക്കിപ്പോ VIP പരിഗണനയാ. കോളേജിൽ കൊണ്ടുപോകുന്നതും കാറ്, തിരിച്ചു കൊണ്ടുവരുന്നതും കാറ്. ഉപദേശം മാത്രമല്ല, ഇപ്പം സർവത്ര പരിശോധന. പിന്നെ ഒരു IPS കാരന്റെ ആലോചന. പട്ടാമ്പിക്കാരൻ ഒരു സിദ്ധാർത്ഥൻ. നീ കണ്ടോ? പിന്നെ വേഷം കെട്ടി ഇറങ്ങി നിന്നു. 6 അടി പൊക്കത്തിൽ നമ്മുടെ സിനിമാ നടൻ ജോസില്ലേ, അതുപോലൊരു ചെറുക്കൻ. അമ്മാ,
അമ്മാമാർക്കും അമ്മായിമാർക്കും ഒരേ നിർബന്ധം. വലിയ കുടുംബം. ചെക്കന്റെ അച്ഛൻ കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, അമ്മ RDO എന്നൊക്കെ പറഞ്ഞു. നീ എന്ത് തീരുമാനിച്ചു? നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ ഡോക്ടറെ? നമുക്ക് എവിടെയെങ്കിലും പോയി വിവാഹം കഴിക്കാം. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയാൽ കുടുംബം ഇനി ഉണ്ടാവില്ലെന്ന് അച്ഛൻ. ആത്മഹത്യ ചെയ്യുമെന്ന് അമ്മ. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം നമ്മുടെ ഇഷ്ടം. എന്നിട്ട് നിന്റെ വീട്ടുകാർക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ? അവർ ജീവിതത്തെ സമ്പത്ത് സ്ഥാനമാനങ്ങളും കൊണ്ട് അളന്നു നോക്കുന്നത്. അവിടെ സ്നേഹത്തിന് ഒരു വിലയില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചല്ലേ പറ്റൂ. മാതാപിതാക്കൾക്കും കുടുംബത്തിനും പരിക്കേക്കാത്ത വിധം പരിഹരിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു ശ്രമം കൂടി ഞാൻ നടത്തും. നമ്മുടെ ശിവദാസൻ സാറല്ലേ ഈ കവിതയൊക്കെ എഴുതുന്നേ? ആ വിപ്ലവമൊക്കെ ഉണ്ടാക്കാൻ നടക്കുന്ന ആളല്ലേ? അയാൾ നാട്ടിലെത്തിയാൽ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ലെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. എന്നെ സാറിന് വലിയ ഇഷ്ടമാ. എന്നെക്കാളും? ഓ ചേട്ടാ, എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരുന്നതും പഠിക്കാൻ വേണ്ട ഗൈഡൻസ് തരുന്നതും ഒക്കെ സാറാ. സിവിൽ സർവീസ് എഴുതിക്കണമെന്നായിരുന്നു സാറിന്. എന്നിട്ടെന്താ ചെയ്യാ? ഞാൻ അതിനൊക്കെ എത്രയോ മുൻപ് ഈ ഡോക്ടറുടെ മനസ്സ് കയറി ഇരിപ്പുറപ്പിച്ചു. അവസാന ശ്രമമെന്ന നിലയിൽ സാറിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കും ഞാൻ. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഡോക്ടർ തീരുമാനിക്കുന്നത് പോലെ. എന്തേ സംശയം? നമ്മുടെ പ്രണയത്തെ പറ്റി സാറിനോട് പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയതാ. ഇയാൾക്ക് തരാൻ പറഞ്ഞു. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിന്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ. കരയാനിടറിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് വരനോടൊപ്പം നീ ആ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിന് വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ. പി ഭാസ്കരൻ മാഷിന്റെ കവിതയാ. അറിയാം. തുടർന്നുള്ളതാ സാർ എഴുതിയത്.